ഓർമ്മിപ്പിക്കണം റെക്കോർഡ് ചെയ്യാൻ, ഞാൻ മറന്നു പോകും. 2x raised to 4 വരുന്നുണ്ടോ? ഓക്കെ, 2x raised to 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഇൻറ്റു ഒരു എന്തെങ്കിലും ഇല്ലേ? ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, f of x equal to 2x raised to 4 by 7 minus x square. ആൻസർ നമുക്ക് ആദ്യമേ തന്നെ u എന്താണെന്നും u equal to 2x raised to 4 ആണ്, v equal to 7 minus x square ആണ്, du by dx 8x cube ആണ്. ഒക്കെ കിട്ടിയല്ലോ അല്ലെ? 8x cube ഒക്കെ കിട്ടിയല്ലോ. അതൊക്കെ ഇനി ഓരോന്നോരോന്ന് പറയണോ? v equal to 0 minus 2x raised to 1 ആണ്, which is equal to minus 2x. v equal to dv by dx equal to minus 2x. ഓക്കെ, കിട്ടിയോ? dv by dx minus 2x കിട്ടിയോ? ഓക്കെ, v equal to 7 minus x square ആണ്. അപ്പൊ dv by dx എന്ന് പറയുന്നത് d by dx of 7 minus d by dx of x square അല്ലേ? d by dx of 7 എന്ന് പറഞ്ഞാൽ 0 minus d by dx of x square എന്ന് പറഞ്ഞാൽ 2x, which is equal to minus 2x. 0 minus 2x minus 2x. ഓക്കെ, അപ്പൊ നമുക്ക് 7 minus x square the whole square എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ 7 minus x square into du by dx. du by dx എത്രയാ? 8x cube ആണ്. Minus 2x raised to 4 into dv by dx is minus 2x. Okay. ഈ 7 minus x square ലേക്ക് 8x cube കൊടുക്കുമ്പോ 7 into 8 56 അല്ലേ? 56x cube minus 8x raised to 5, x raised to 3 into x raised to 2, x raised to 3 plus 2 minus 8x raised to 5 minus bracket 2x into 2x raised to 4. അപ്പൊ minus 4x raised to 5 minus 4 5 അല്ലേ വരുന്നേ? x raised to 3 അല്ലേ? ഇവിടെ x cube അല്ലേ? അല്ല, അപ്പൊ 7 ഇൻറ്റു ചെയ്തിട്ട് മറ്റേ 2ഉം 3ഉം കൂടെ പ്ലസ് ചെയ്യുമല്ലേ? അല്ലടാ, നമ്മൾ ഈ 8x ക്യൂബിന് ആദ്യം 7 കൊടുക്കും. 7ല് വേറെ x ഇല്ലല്ലോ, അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ 3x ക്യൂബ് മാത്രമേ ഉള്ളൂ. 7ല് വേറെ x ഉണ്ടെങ്കിലല്ലേ a raised to m into a raised to n വരത്തുള്ളൂ. ഓക്കെ, അപ്പോ അപ്പോ minus 2 into minus 2 minus 4 ആണ്. x raised to 4 into x ചെയ്യുമ്പം x raised to 5 കിട്ടും. Divided by 7 minus x square the whole square. ഓക്കെ, അപ്പോ 56x raised to 3യും ഇനി നമുക്ക് ചെയ്ത് നോക്കാം. 56x raised to 3 minus 8x raised to 5 minus minus വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. പ്ലസ് 4x raised to 5 വരും. Divided by 7 minus x square the whole square. ഓക്കെ, ഇവിടെ വരെ കിട്ടിയോ? ഇനി ഇതിന്റെ ആൻസർ വരുമ്പം 56x raised to 3. x raised to 5 രണ്ടെണ്ണത്തിലുണ്ട്. ഒരെണ്ണം -8 മറ്റത് +4 ആണ്. -8 + 4 എന്ന് പറയുമ്പോൾ -4 x raised to 5 divided by 7 minus x square the whole square.
ഇതിനെ വേണമെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ ആക്കി ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. a മൈനസ് ബി ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആക്കി ചെയ്താൽ നല്ലതായിരിക്കും. മനസ്സിലായോ? പ്രണവേ കിട്ടിയോ? എവിടെയാ കൺഫ്യൂഷൻ ഉള്ളേ? എവിടെയാ കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, ഐഡന്റിറ്റി ഉപയോഗിക്കണ്ട. എന്നാ പിന്നെ ഇവിടം വരെ ചെയ്താൽ മതി. ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പോ എങ്ങനെ വരുമെന്ന് വേണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോ 7 മൈനസ് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ആണല്ലോ. അത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാം. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞ എത്രയാ? 7 ആണ്. b ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നമുക്ക് a സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതേണ്ടത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയിട്ടാണ്. a സ്ക്വയർ is 7 സ്ക്വയർ മൈനസ് 2 into 7 into x square plus x square the whole square equal to 49 minus 14x square plus x raised to 4. ഇതാണ് ഡിനോമിനേറ്ററിന്റെ എക്സ്പാൻഷൻ. ക്ലിയർ ആണോ? കുറച്ച് ടഫ് ആയിരിക്കും, പക്ഷെ ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ഇവിടം വരെയെങ്കിലും എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. നിങ്ങളും ചെയ്തോ, ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ u ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x ആണ്. du ബൈ dx ഈക്വൽ ടു എത്ര വരും? 3x സ്ക്വയർ പ്ലസ് 2 വരും. v ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. dv ബൈ dx ഈക്വൽ ടു 2x എന്ന് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനക്കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനക്കണക്ക് ചെയ്യാൻ ഇന്ന് പറ്റില്ലായിരിക്കും, പക്ഷെ ഒരു 2 ദിവസത്തിനുള്ളിൽ ഇത് മനക്കണക്ക് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്തണം. ചെയ്ത് 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 പ്രാക്ടീസ് ആണ്. എക്സ് ക്യൂബ് കാണുമ്പോൾ 3x സ്ക്വയർ എന്ന് എഴുതണം മനസ്സിൽ. 2x കാണുമ്പോൾ 2, കാരണം ഇത് x റേസ് ടു 1 ആണ്. അപ്പൊ അത് dx ബൈ dx 1 ആയി പോകും. അപ്പൊ 2 എന്ന് കിട്ടണം. എക്സ് സ്ക്വയർ കണ്ട ഉടനെ 2x എന്ന് ഓർമ്മ വരണം. പ്രാക്ടീസ് ചെയ്താൽ മതി. ഇന്ന് ചെയ്യിപ്പിച്ച് എല്ലാം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പൊ v ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 dv ബൈ dx ഈക്വൽ ടു 2x. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. d ബൈ dx ഓഫ് u ബൈ v ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ v സ്ക്വയർ v ഇൻറ്റു du ബൈ dx മൈനസ് u ഇൻറ്റു dv ബൈ dx. നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂസും ഉണ്ട്, ഒന്നും നോക്കാനില്ല, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ടു v സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഇത് ഐഡന്റിറ്റി ഉപയോഗിക്കാം. a പ്ലസ് ബി ഹോൾ സ്ക്വയർ വേണമെങ്കിൽ ഉപയോഗിക്കാം, സമയമില്ല പറ്റില്ലെങ്കിൽ വേണ്ട. പിന്നെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 അതുപോലെ തന്നെ എഴുതി. du ബൈ dx എത്രയാ? du ബൈ dx 3x സ്ക്വയർ പ്ലസ് 2. മൈനസ് ബ്രാക്കറ്റില് u എത്രയാ? എക്സ് ക്യൂബ് പ്ലസ് 2x ഇൻറ്റു dv ബൈ dx എത്രയാ? 2x. ഇനി ഇത് അകത്തേക്ക് കൊടുക്കുക. ഇവിടം വരെ മനസ്സിലായോ? ഇനി ഇത് അകത്തേക്ക് കൊടുക്കുവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അകത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് വരും? 3x² into x² ചെയ്യുമ്പോൾ 3x raised to 4 വരും. x raised to 2 into x raised to 2 is x raised to 2 plus 2 x raised to 4. 3x² into 1 ചെയ്യുമ്പോഴത്തേക്കും plus 3x² വരും. 2 into x² ചെയ്യുമ്പോൾ plus 2x² വരും. 2 into 1 ചെയ്യുമ്പോൾ plus 2 വരും. മൈനസ് ബ്രാക്കറ്റില് 2x into x³ ചെയ്യുമ്പോൾ 2x raised to 3 plus 1 4 വരും. ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. x³ into x വരും. അപ്പൊ x raised to 4 വരും. കിട്ടുന്നുണ്ടോ പ്രണവേ? ഓക്കെ. 2x raised to 4 into x³ is 2 x³ into 2x equal to 2x raised to 4 plus 2x into 2x ചെയ്താൽ നമുക്ക് 4x² ഹോൾ ഡിവൈഡഡ് ബൈ ഈ താഴെയുള്ള സാധനം എഴുതാൻ മറക്കരുത്. മിക്കവരും താഴെയുള്ള സാധനം എഴുതാൻ മറന്നു. x² plus 1 ഹോൾ സ്ക്വയർ. ഇനി ഈ മൈനസ് സൈനിന് ഈ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. 3x raised to 4 plus 3x² plus 2x² plus 2 minus 2x raised to 4 minus 4x² the whole divided by x² plus 1 whole square. ഇനി നമുക്ക് ഇവിടെ 3x raised to 4 ഉണ്ട്, minus 2x raised to 4 ഉണ്ട്. 3 minus 2 1. അപ്പൊ x raised to 4. പിന്നെ ഇവിടെ ഒരു 3x² ഉം minus 4x² ഉണ്ട്. 3 minus 4 is minus 1. minus 1x² നമുക്ക് minus x² എന്ന് എഴുതാം. സോറി, അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു plus 2 കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൂടെ നമ്മൾ പരിഗണിക്കണം. ഓക്കെ, ഇവിടെ x² ഉള്ള 3 ടേംസ് ഉണ്ട്. അപ്പൊ 3 plus 2 5 ഉണ്ട്. 5x². ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5x² കിട്ടും. അത് മൈനസ് ഈ 4x² ചെയ്യുമ്പോൾ പ്ലസ് 1x². അപ്പോ x² കിട്ടും. പിന്നെ പോയിട്ട് ഇവിടെ 2 ആണുള്ളത്. പ്ലസ് 2 ഡിവൈഡഡ് ബൈ x² plus 1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയോ? ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയോ? കിട്ടിയോ? നന്നായിട്ട് നോക്കിക്കോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം. x² അങ്ങനെ വന്നതെന്ന് പറയാമോ? ഏത് x²? 4x x raised to 4 plus x². ഇതോ? ഇവിടെ ഒരു 3x² ഇല്ലേ? ഇവിടെ ഒരു 2x² ഇല്ലേ? ഈ 3 plus 2x² ചെയ്യുമ്പോ 5x² കിട്ടൂലേ? പിന്നെ ഇവിടെ ഒരു minus 4x² എടുക്കുന്നുണ്ടോ? അപ്പൊ 5x² minus 4x² ചെയ്താൽ നമുക്ക് 1x² കിട്ടും. അതാണ് ഇവിടെ x² ആയിട്ട് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ബാക്കി നാളെ രാവിലെ തൊട്ട്, നാളെ സൺഡേ ആണല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, രാവിലെ തൊട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. തറവ് ആക്കിയിട്ടേ നാളത്തെ ക്ലാസ്സിന് വരാവുള്ളൂ. ഇത് തറവ് അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന ഒന്നും മനസ്സിലാവത്തില്ല. നന്നായി പ്രോബ്ലം ചെയ്ത് നല്ല തറവ് ആക്കി പഠിച്ചിട്ടേ വരാവുള്ളൂ കേട്ടോ. അപ്പൊ ഹോംവർക്ക് പേജ് നമ്പർ 76 നമ്മൾ ചെയ്തത് ഇല്ലസ്ട്രേഷൻ 7 1ഉം 3ഉം 6ഉം ആണ് നമ്മൾ ചെയ്തത്. 2ഉം 4ഉം 5ഉം ഹോംവർക്ക്. 2ഉം 4ഉം 5ഉം ഹോംവർക്ക്.
ഓക്കെ, 2ഉം 4ഉം 5ഉം ഹോംവർക്ക്. ഹോംവർക്ക് എഴുതിയോ? 2ഉം 4ഉം 5ഉം ഹോംവർക്ക് മാർക്ക് ചെയ്തോ? ഓക്കെ, ഇനി ലാസ്റ്റത്തെ റൂളാണ് ചെയിൻ റൂൾ. ഇത് വലിയ കാര്യമൊന്നുമില്ല. ചെയിൻ റൂൾ, ലാസ്റ്റത്തെ റൂളാണ് ചെയിൻ റൂൾ. ഇതിൽ നമുക്ക് തരുന്നത് ഇങ്ങനെയാണ്: z is a function of y and y is a function of x. ഒരു ഫംഗ്ഷൻ z ഉണ്ട്, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് y. ഒരു ഇത് നമുക്ക് തന്നിരിക്കുകയാണ്, z എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നിരിക്കുകയാണ്. അത് വൈയുടെ ടേംസിലാണ് തന്നിരിക്കുന്നത്. y ആണെങ്കിൽ എക്സിന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്നത് dz by dx കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. dz by dx കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോ z എക്സിന്റെ ടേംസിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്ട്ലി dz by dx കണ്ടുപിടിക്കാൻ പറ്റില്ല. z ഇവിടെ വൈയുടെ ടേംസിലാണ്. ഇതിൽ നിന്ന് നമുക്ക് dz by dy മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. dz by dx കണ്ടുപിടിക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ എല്ലാം y ഈക്വൽ ടു f ഓഫ് x ആയിരുന്നു. y ഇസ് എ ഫംഗ്ഷൻ ഓഫ് x ആയതുകൊണ്ടാണ് നമുക്ക് dy വിത്ത് റെസ്പെക്ട് ടു dx കണ്ടുപിടിക്കാൻ പറ്റിയത്. പക്ഷെ ഇവിടെ z ഇസ് എ ഫംഗ്ഷൻ ഓഫ് y എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് dz by dx കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിൽ നിന്ന് എന്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? dz by dy മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിക്കായോ? ക്ലിക്കായോ പ്രണവേ? ഓക്കെ ആയോ? ക്രിസ്റ്റീന, അൽക്ക, അശ്വതി? അൽക്ക, അശ്വതി ഒന്നും മിണ്ടുന്നില്ലല്ലോ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ dz by dx കണ്ടുപിടിക്കാം? അതാണ് ഇവിടുത്തെ ചോദ്യം. dz by dx എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻ തരും, ഇസഡും തരും വൈയും തരും. ഇസഡ് വൈയുടെ ടേംസിലായിരിക്കും, വൈ ഇസഡിന്റെ ടേംസിലായിരിക്കും. നമ്മളോട് ചോദിക്കുന്നത് dz by dx കണ്ടുപിടിക്കാനും ആയിരിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് dz by dx കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇസഡിനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന dz by dy കണ്ടുപിടിക്കും. എന്നിട്ട് വൈനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന dy by dx കണ്ടുപിടിക്കും. എന്നിട്ട് ഇവരെ തമ്മിൽ അങ്ങ് ഇൻഡു ചെയ്യും. ഇവരെ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോ ഒരു മിനിറ്റ്. ഹലോ, പറയടാ. ഇട്ടിട്ടില്ല, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇടാ. ഉണ്ട്, നാളെ ഉണ്ട്, 8 to 10. ഓക്കെ. അപ്പോ ഹലോ, നമ്മൾ ഇവരെ തമ്മിൽ ഇൻഡു ചെയ്യും. ഓക്കെ, അപ്പോ ശരിക്കും ഇങ്ങനെ അല്ല സംഭവിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ ഡിവൈയും കൂടെ കട്ടായി പോകും. ശരിക്കും ഇങ്ങനെ കട്ടായിട്ടൊന്നും പോകത്തില്ല. ഇതിനും ഒരു വാല്യൂ കിട്ടും, ഇതിനും ഒരു വാല്യൂ കിട്ടും. അതാണ് ആൻസർ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇത് രണ്ടും സെയിം ആണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വന്നു. ആ സ്ഥിതിക്ക് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? dz by dx ആണ് ഉള്ളത്. ആൻസർ കിട്ടിയില്ലേ? നമുക്ക് വേണ്ടിയിരുന്നത് dz by dx അല്ലായിരുന്നോ? മനസ്സിലായോ? ഇതാണ് അതിന്റെ പുറകിലെ ലോജിക്ക്. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്തൊന്നും പോകുന്നില്ല. ഇതിനൊരു ആൻസർ കിട്ടും, അത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ dz by dx കിട്ടും. അതാണ് റൂള്, ചെയിൻ റൂൾ. ക്ലിക്കായോ എല്ലാവർക്കും? ക്രിസ്റ്റീന, അൽക്ക, പ്രണവ്? ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ഇല്ലസ്ട്രേഷൻ 8 ആണ്. അതിൽ dy by dx എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് അത് മാറ്റി dz by dx എന്നാക്കണം. Find dz by dx from the following functions: z equal to 2y plus 8 and y equal to 4x square. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മതി. ഇവിടെ വൈയുടെ ടേംസിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇവിടെ എക്സിന്റെ ടേംസിലാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് ആൻസർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് dz/dy ചെയ്യാൻ പോവാണ്. dz/dy എങ്ങനെയാ ചെയ്യുന്നത്? d/dy ഓഫ് ഇസഡിന്റെ അവിടെ 2y + 8 എഴുതി കൊടുക്കുന്നു. ഇത് അഡീഷൻ റൂൾ ആണ്. അപ്പൊ നമുക്ക് d/dy ഓഫ് 2y plus d/dy of 8 എന്ന് കിട്ടും. That is equal to 2 into dy/dy plus 0 equal to 2. അപ്പൊ നമുക്ക് dz/dy ചെയ്തപ്പോ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. മനസ്സിലായോ? ഇത് കിട്ടിയത് മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയണം. ഓക്കെ, ഞാൻ ഫുൾ ക്ലിയർ ചെയ്തിട്ട് പറയാം. ഫംഗ്ഷൻ z ഈക്വൽ ടു 2y + 8 ആണ്. രണ്ടാമത്തത് y ഈക്വൽ ടു 4x² ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dz/dx ആണ്. പക്ഷെ ഇവിടെ z y ടേംസിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് dz/dx ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം തമ്മിൽ ഗുണിച്ചാൽ മതി, ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഇത് വൈയുടെ ടേംസിലാണല്ലോ തന്നിരിക്കുന്നത്. z is a function of y. അപ്പൊ നമ്മൾ dz/dy കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dy ഓഫ് 2y + 8. ഇതിനെ നമ്മൾ അഡീഷൻ റൂൾ വെച്ച് സാധാരണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dy ഓഫ് 2y plus d/dy ഓഫ് 8. ഇവിടെ y വന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഇത് y ആയതുകൊണ്ടാണ് ഇവിടെ y വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ x ആയിരിക്കും. പക്ഷെ അതിൽ ഒരു കാര്യവും ഇല്ല. ഇവിടെ y ആണെങ്കിൽ ഇവിടെയും y തന്നെ വരണം. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി. എല്ലാ റൂളും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 കോൺസ്റ്റന്റ് ആണ്, ഇതിനെ പുറത്തെടുക്കും. വിച്ച് ഇസ് ഈക്വൽ ടു 2 into dy/dy പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 8 എത്രയാ? 0. കാരണം 8 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് 8 0. അപ്പൊ ഇത് നമുക്ക് 2 into 1 + 0 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2. dz/dy ഈക്വൽ ടു 2 എന്ന് കിട്ടി. മനസ്സിലായോ? മനസ്സിലായോ? ഇനി നമുക്ക് dy/dx കണ്ടുപിടിക്കണം. dy/dx 2 into 1 + 1 3 അല്ലേ വരുന്നത്? 2 into 1 + 0. ഇവിടെ 0 ആണല്ലോ. ഓക്കെ, ഇനി dy/dx കണ്ടുപിടിക്കണം. y ഈക്വൽ ടു 4x² ഡിഫറൻഷിയേറ്റ് ചെയ്ത് dy/dx കണ്ടുപിടിക്കണം. അപ്പോൾ d/dx ഓഫ് 4x², 4നെ പുറത്തെടുക്കുന്നു. 4 into d/dx ഓഫ് x² which is equal to 4 into 2x raised to 2 - 1 is 1. That is equal to 8x എന്ന് കിട്ടും. dy/dx ചെയ്തപ്പോൾ നമുക്ക് 8x എന്ന് കിട്ടി. കിട്ടിയോ? ഇനി നമുക്ക് dz/dx കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്? dz/dy into dy/dx ചെയ്താൽ മതി. dz/dy നമുക്ക് എത്രയാ കിട്ടിയത്? 2 എന്ന് കിട്ടി ഇല്ലേ? ഇവിടെ കിട്ടിയില്ലേ? 2 into dy/dx എത്രയാ കിട്ടിയത്? 8x. അപ്പോ dz/dx ന്റെ ആൻസർ 16x. ഇങ്ങനെയാണ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ, അത് ഒരെണ്ണം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം ഹോംവർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം ഹോംവർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞോ? ഇത് മനസ്സിലായോ? ഓക്കെ,
ക്വസ്റ്റ്യൻ നമ്പർ 4 ഹോംവർക്ക് ചെയ്യാം, ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഹോംവർക്ക് ആണ്, പക്ഷെ അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x ദി ഹോൾ റേസ് ടു 4 എന്നാണ് അല്ലേ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് dz/dx കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോ z എക്സിന്റെ ടേംസിലല്ലേ തന്നിരിക്കുന്നത് അല്ലേ? z എക്സിന്റെ ടേംസിൽ നേരിട്ടല്ലേ തന്നിരിക്കുന്നത്, വൈയുടെ ടേംസിൽ അല്ലല്ലോ തന്നിരിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ z വൈയുടെ ടേംസിലല്ലേ തന്നിരുന്നേ. ഈ ക്വസ്റ്റ്യനിൽ z നേരിട്ട് എക്സിന്റെ ടേംസിലാ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, എവിടെ ഇൻഡു ചെയ്യേണ്ട. നേരെ ആൻസർ കിട്ടുന്നത് dz/dx ആയിരിക്കും. ഇപ്പോ ഇതിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മൊത്തത്തിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. x² + 3x മൊത്തം ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് റേസ് ടു 4. അപ്പൊ ഇതൊരു x റേസ് ടു 4 ടൈപ്പ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് 4 × x² + 3x ദി ഹോൾ റേസ് ടു 4 - 1 ചെയ്തിട്ട് അത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² + 3x ചെയ്യണം. ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടൈപ്പാണ്. അതായത് ആദ്യം ഇതിനെ മൊത്തത്തിൽ x റേസ് ടു 4 ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് ആയ 4x റേസ് ടു n - 1 nx റേസ് ടു n - 1 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. nx റേസ് ടു n - 1 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ബ്രാക്കറ്റിനകത്തുള്ള x² + 3xന്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് 4x² + 3x ദി ഹോൾ ക്യൂബ് എന്നും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² + 2x ചെയ്താൽ അഡീഷൻ റൂള്, ഡെറിവേറ്റീവ് ഓഫ് x² 2x ആണ്, പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 3x is 3. ഇനി ഇതെല്ലാം ഇൻറ്റു ചെയ്ത് അകത്ത് കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും ഇത്ര എഴുതിയാലും മതി, x³ ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഇങ്ങനെയാണ് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലും ഇത്രേ ആൻസർ കൊടുത്തിട്ടുള്ളൂ. ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ആണ്. കാരണം ഇതിൽ ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഉണ്ട്, x റേസ് ടു 4 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ആദ്യത്തെ ജനറൽ റൂള് x റേസ് ടു 4 ഫോമിൽ ഇതിനെ എടുത്തിട്ട് 4 × ഇത് മൊത്തം x ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 4 × x റേസ് ടു 4 - 1 കൊടുക്കുന്നു. അത് ഇൻറ്റു ഈ അകത്തുള്ള ഫംഗ്ഷൻ, ഇതും ഒരു ഫംഗ്ഷൻ അല്ലേ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ചെയ്ത് പഠിക്കണം. അപ്പൊ ബാക്കി ഹോംവർക്ക് എല്ലാം ഞാൻ പറഞ്ഞതെല്ലാം എഴുതിയെടുത്തല്ലോ. ഇനി പ്രാക്ടീസ് പ്രോബ്ലം, പേജ് നമ്പർ 79, പ്രാക്ടീസ് പ്രോബ്ലം. പ്രാക്ടീസ് പ്രോബ്ലത്തിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ട്, 12 എണ്ണവും ഹോംവർക്ക് ആണ്. ഹോംവർക്ക് കുറെ ഉണ്ട് എനിക്കറിയാം, പക്ഷെ നിങ്ങളിത് ചെയ്ത് പഠിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതെല്ലാം ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് തറ ആവത്തുള്ളൂ. അതുകൊണ്ട് ആരും മടി വിചാരിക്കരുത്. എല്ലാം നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇത് വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ചെയ്തു തരാം കേട്ടോ. അപ്പൊ എല്ലാരും ഹോംവർക്ക് ചെയ്യില്ലേ? പ്രാക്ടീസ് പേജ് നമ്പർ 79 പ്രാക്ടീസ് പ്രോബ്ലം 1 to 12 ഹോംവർക്ക് ആണ്. അതില് ക്വസ്റ്റ്യൻ നമ്പർ 9 ഉണ്ടല്ലോ, 9 അവിടെ നമ്മൾ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ആൻസർ അവിടെ തന്നിരിക്കുന്നത് 8x + 28 എന്നാണ്. അതിന്റെ ആൻസർ 4y ആണ്. അതിന്റെ ആൻസർ 4y ആണ്. ഓക്കെ. പിന്നെ 12th ക്വസ്റ്റ്യൻ y = 2√x. ഇതിനെ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്? y = 2√x നെ എങ്ങനെയാ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? √x നെ എങ്ങനെ എഴുതും?
1/x. 1/x 1/x എന്നല്ല, റൂട്ട് എക്സിനെ എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? x raised to -2. x raised to 1/2. x raised to 1/2. ആ പോർഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതൊന്നും കൂടെ എടുത്ത് നോക്കണം കേട്ടോ, അത് തെറ്റിക്കരുത്. നമ്മൾ അത്രയും ദിവസം എടുത്ത് അത് പഠിച്ചതാണ്, തെറ്റിക്കരുത്. റൂട്ട് എക്സിനെ നമ്മള് x raised to 1/x നമുക്ക് x raised to -1 എന്ന് എഴുതാം. 1/x² ആണെങ്കിൽ നമുക്ക് x raised to -2 എന്ന് എഴുതാം. ഇനി 1/x raised to -1 ആണെങ്കിൽ നമുക്ക് x എന്ന് എഴുതാം. 1/x raised to -2 ആണെങ്കിൽ അതിന് നമുക്ക് x raised to 2 എന്ന് എഴുതാം. റൂട്ട് എക്സ് ആണെങ്കിൽ അതിന് നമ്മൾ x raised to 1/2 എന്ന് എഴുതും. 1/√x ആണെങ്കിൽ അതിനെ നമ്മൾ 1/x raised to 1/2 അല്ലെങ്കിൽ x raised to -1/2 എന്ന് എഴുതും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചതാണ്, മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് മറന്നു പോകും കേട്ടോ. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ആദ്യം നിങ്ങളെ മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അതൊന്നും മറന്നു പോകരുത്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോഷ്യൻ റൂളിന്റെ ഉണ്ട്. അപ്പൊ ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്ന ഹോംവർക്കുകൾ പ്ലസ് ഈ പ്രാക്ടീസ് പ്രോബ്ലം ചെയ്തിട്ട് നാളെ വൈകുന്നേരം 8 മണിക്ക് ക്ലാസ്സിന് വരാവുള്ളൂ. നാളെ ഒരു ദിവസം ഞായറാഴ്ച നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇത് പഠിച്ചാലേ നമുക്ക് ഇനി മുന്നോട്ടുള്ള മാക്സിമം മിനിമം ഒക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും ഹോംവർക്ക് ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നാൽ ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞാൻ എന്നിട്ട് അത് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലാസ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ എന്നാ വൈൻഡപ്പ് ചെയ്യാം. അരമണിക്കൂർ കൂടുതൽ എടുത്തു, പക്ഷെ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ആയാലേ അടുത്ത ദിവസം തൊട്ട് കുറച്ചുകൂടെ നമുക്ക് നാളെ സെക്കൻഡ് ഓർഡർ പഠിക്കണം, മാക്സിമം മിനിമം തുടങ്ങണം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം മിനിമം എസ് എ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. പ്രോഡക്റ്റ് റൂൾ, ക്വസ്റ്റ്യൻ റൂൾ ഒക്കെ എസ് എക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡിഫറൻസിയേഷന്റെ ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ശരി, അപ്പം നാളെ കാണാം 8 മണിക്ക് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.